പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. എല്ലാവർക്കും ആത്മരക്ഷ മിനിസ്ട്രിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ നിന്നാണ്. ആ വാക്യം ഞാനിവിടെ വായിക്കാം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തിനെല്ലാം കരഞ്ഞു, അതിൻ്റെ പിന്നിലുള്ള ചില ചിന്തകളാണ് ഞാൻ ചിന്തയ്ക്കായിട്ട് ഇന്ന് ഈ സമയം ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിൻ്റെ കഴുതപ്പുറത്തുള്ള യേശുവിൻ്റെ രാജകീയമായ പ്രവേശനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യെരുശലേമിലേക്കുള്ള ജയപ്രവേശനം. നമ്മുടെ യേശു കർത്താവ് രാജാവായി യേശു കർത്താവിനെ വാഴ്ത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യെരുശലേം നഗരവീതിയിലെ എന്തെന്നല്ലാത്ത ജനപ്രീതിയായിരുന്നു യേശു കർത്താവിനെ. വേദപണ്ഡിതന്മാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും ഇപ്രകാരം പറയുന്നു: ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനപുരുഷാരമായിരുന്നു യേശു കർത്താവിനെ അന്ന് അനുഗമിച്ചത്. പൊൻകുരുത്തോലയുമായി യേശു കർത്താവിനെ ഹോസന്ന ഹോസന്ന എന്ന് ആർത്തു വിളിച്ചു. യേശു കർത്താവിനെ മഹത്വപ്പെടുത്തി. കഴുതപ്പുറത്തായിരുന്നു യേശു കർത്താവ് അത് രാജാവായി വന്നത്. രാജാക്കന്മാർ സാധാരണ കുതിരപ്പുറത്താണ് രാജാവായി വാഴുന്നതെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വിനയപ്പെട്ട് താഴ്മയോടുകൂടെ കഴുതപ്പുറത്തായിരുന്നു യേശു കർത്താവിൻ്റെ രാജകീയ പ്രവേശനം യെരുശലേമിലേക്ക്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു കർത്താവ് യെരുശലേമിനെ കുറിച്ച് അതിനെ കണ്ട് കരഞ്ഞത് എന്തിനാണ്? യെരുശലേമിൻ്റെ വലിയ ഒരു ന്യായവിധി കണ്ടിട്ടാണ് യേശു കർത്താവ് കരയുവാനായിട്ടിടയായത്. യേശു കർത്താവിൻ്റെ വലിയൊരു പ്രവചനമായിരുന്നു അത്. വേദപുസ്തകത്തിൽ യേശു കർത്താവ് എന്തെല്ലാം പ്രവചിച്ചിട്ടുണ്ട്, ഒരുവിധം എല്ലാം നിവൃത്തിയായെങ്കിൽ ഒറ്റ നിവൃത്തിയും കൂടെ വരാനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, ദൈവത്തിൻ്റെ വരവ്, അതും കൂടെ വന്നു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുവാനായിട്ടിടയായി. യേശു കർത്താവ് എന്തെല്ലാം പ്രവചിച്ചിട്ടുണ്ടോ അതെല്ലാം നിവൃത്തിയായിട്ടുണ്ട്. AD 33 യേശു കർത്താവ് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് അത് പറഞ്ഞെങ്കിൽ AD 70 റോമൻ ഗവൺമെൻറ് കടന്നു വന്ന് അതിനെ നശിപ്പിക്കാനായിട്ടിടയായി എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ യഹൂദന്മാരുടെ രാജാവെന്ന് യേശു കർത്താവിന് വിധി കൽപ്പിച്ചെങ്കിൽ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ആ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ഹേരോദ രാജാവ് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 2 വയസ്സ് പ്രായമുള്ള ആ യേശു കർത്താവിനെ ഒരു രാജാവായി പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ യേശു കർത്താവ് ഒരു അഡ്വക്കേറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അവൻ രാജാതി രാജാവായിട്ട് യെരുശലേമിലേക്ക് വെള്ളക്കുതിരപ്പുറത്ത് കടന്നു വരുന്നൊരു ദിവസമുണ്ടെന്ന് പറഞ്ഞു പോകണ്ട. അന്നൊരു ന്യായവിധിയുണ്ട് ദൈവത്തിൻ്റെ പേരിൽ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. യെരുശലേമിനെ കണ്ട് യെരുശലേമിനെ കുറിച്ച് കരഞ്ഞെങ്കിൽ അതൊരു വലിയൊരു ന്യായവിധി അന്നുണ്ടാകുവാനായിട്ടിടയായി. AD 70 അങ്ങനെ അത് സംഭവിക്കാനായിട്ട് ഇടയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ പ്രവചനം നിവൃത്തിയായി. ആനകൾ കടന്നു വന്നിട്ട് അതിൻ്റെ അടിത്തറ ഇളക്കി മറിക്കാനായിട്ടിടയായി. യേശു കർത്താവിൻ്റെ പ്രവചനം നിവൃത്തിയായത് കാണുവാനായിട്ട് കഴിയും. യഹൂദന്മാർക്ക് അത് യേശു കർത്താവിനോടുള്ള ആ വലിയ അനുകമ്പ നഷ്ടപ്പെട്ടപ്പോൾ യേശു കർത്താവുള്ള വിശ്വാസം നഷ്ടപ്പെടുവാനായിട്ടിടയായി. യേശു കർത്താവ് യെരുശലേമിനെ ഓർത്ത് വിലപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യെരുശലേമിൻ്റെ പാപത്തെക്കുറിച്ചിട്ടുള്ള വലിയ പാപം, അത് ന്യായവിധിയെക്കുറിച്ചിട്ടുള്ള പാപത്തെക്കുറിച്ച് യേശു കർത്താവ് കരയുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു ന്യായവിധിയുണ്ട്. യേശു കർത്താവ്
കർത്താവിൻ്റെ അത് വരവിൻ്റെ മുന്നായിട്ടൊരു ന്യായവിധി നമുക്കുണ്ടെന്ന് മറന്നു പോകരുത് ദൈവത്തിൻ്റെ പൈതലേ. ഈ ന്യായവിധിയിൽ ഞാനും നിങ്ങളും അകപ്പെട്ടു പോകരുത്. അതുകൊണ്ട് യേശു കർത്താവ് യെരുശലേമിനെ കണ്ട് കരഞ്ഞെങ്കിൽ, അതിനെക്കുറിച്ച് കരഞ്ഞെങ്കിൽ, അതിൻ്റെ ന്യായവിധിയെക്കുറിച്ചായിരുന്നു യേശു കർത്താവ് കരയുവാനായിട്ടിടയായത്. ഞാൻ പറഞ്ഞല്ലോ, AD 33 അത് പറഞ്ഞെങ്കിൽ അത് 70 റോമൻ ഗവൺമെൻറ് നശിപ്പിക്കുവാനായിട്ടിടയായി. യെരുശലേം ദൈവാലയത്തെ നശിപ്പിക്കുവാനായിട്ടിടയായി എന്ന് മറന്നു പോകരുത്. രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടി കരഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം, യേശു കണ്ണുനീർ വാർത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിൽ കരഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് യേശു കർത്താവ് കരഞ്ഞത്, യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞിട്ടാണ്, നാറ്റമച്ച അവസ്ഥയിലാണ് യേശു കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ ലാസറിൻ്റെ കല്ലറക്കിലേക്ക് യേശു കർത്താവ് കടന്നു വരുന്നത്. മറിയപ്രകാരം വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലാസറിൻ്റെ ആങ്ങള മാറ്റപ്പെടില്ലായിരുന്നു. മറിയേ, നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടിടയാകും. യഹൂദന്മാർ കരയുന്നത് കണ്ട്, മറിയ കരയുന്നത് കണ്ട് യേശു കൂടെ കരയുവാനായിട്ടിടയായി. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ യേശു കരഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ 3 പ്രാവശ്യം യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാനവജാതികൾക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നു എൻ്റെ യേശു കർത്താവ് കരയുവാനായിട്ടിടയായത്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു കർത്താവ് കടന്നെത്താനായിട്ടിടയായി. ആ സാഹചര്യത്തിൽ അവൻ്റെ കാലുകളും കൈകളും എല്ലാം കെട്ടിവരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു യേശു കണ്ടത്. അവൻ്റെ കെട്ടഴിപ്പിനെന്ന് പറഞ്ഞു. ഒരിക്കലൊരു മരണം എൻ്റെയും നിൻ്റെയും ജീവിതത്തിലുണ്ടെന്ന് മറന്നു പോകണ്ട. നമ്മുടെ പെരുവിരൽ കെട്ടുന്നൊരു ദിവസമുണ്ട്, നമ്മുടെ ചെവിയിൽ പഞ്ഞു വയ്ക്കുന്നൊരു ദിവസമുണ്ട്, മൂക്കിൽ പഞ്ഞു വയ്ക്കുന്നൊരു ദിവസമുണ്ട്, അത് അതരം ചേർത്ത് താടി കെട്ടുന്നൊരു ദിവസമുണ്ട് ദൈവത്തിൻ്റെ പതില്. അതിനർത്ഥം എന്താണെന്നറിയോ? നീ സംസാരിച്ചത് മതി, നീ കേട്ടത് മതി. യേശു കർത്താവ് നമുക്ക് ചെവി തന്നത് യേശു കർത്താവിൻ്റെ നല്ല വചനം കേൾക്കുവാനാ, നല്ല നിർദ്ദേശങ്ങൾ കേൾക്കുവാനാ. നീ ഓടിയത് മതി. കാല് കെട്ടുന്നൊരു ദിവസമുണ്ട് ദൈവത്തിൻ്റെ പതില്, കൈകൾ കെട്ടുന്നൊരു ദിവസമുണ്ട് ദൈവത്തിൻ്റെ പതില്. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലാസറിനെ യേശു കർത്താവ് ലാസറേ എന്ന് വിളിച്ച് ഉയർപ്പിച്ചതുപോലെ അത് ഒരു ഉയർപ്പ് എൻ്റെ നിൻ്റെ ജീവിതത്തിലുണ്ട് എന്നാണ് യേശു കർത്താവ് നമ്മെ അവിടെ പഠിപ്പിക്കുന്നത്. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, ഒരു യഹൂദൻ മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് യഹൂദന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല, ഒരു ഉയർപ്പിൻ്റെ ശക്തിയില്ല എന്ന് യഹൂദന്മാർ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചിട്ടാണ് യേശു കർത്താവ് ആ കല്ലറയ്ക്കിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പേരിൽ നീ എത്ര നാൾ കിടന്നാലും, ഭൂമിക്കടിയിൽ കിടന്നാലും, 1000 വർഷം കിടന്നാലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഉയർപ്പിക്കുവാൻ യേശു കർത്താവിന് കഴിയും ദൈവത്തിൻ്റെ പൈതല്. അതേ റോമൻ കല്ലറകളുടെ ഇമ്പീരിയം മുദ്ര പൊട്ടിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് നമ്മെ ഉയർപ്പിക്കുവാൻ അവൻ പ്രാപ്തനാണ്. പിതാവാം ദൈവം യേശു കർത്താവിനെ ഉയർപ്പിച്ചെങ്കിൽ എന്നെയും നിന്നെ ഉയർപ്പിക്കുവാൻ എൻ്റെ യേശു കർത്താവ് പ്രാപ്തനാണ് ദൈവത്തിൻ്റെ പതില്. രണ്ടാമതായിട്ട് യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്ക് കടന്നു വന്ന് കരഞ്ഞത് അവർക്ക് അവിശ്വാസ നിമിത്തമാണ് യേശു കർത്താവ് കരയുവാനായിട്ട് ഇടയായത്. യേശു പ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരിച്ചാലും അവൻ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് യേശു കണ്ണുനീർ വാർത്തത് അതെ നമ്മുടെ അവിശ്വാസം മൂലമായിരുന്നു. മൂന്നാമതായിട്ടൊരു ചിന്ത കൂടെ ചിന്തിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം
ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ക്രിസ്തു തൻ്റെ ഐഹിക കാലത്ത് എന്ന് പറഞ്ഞാൽ അതെ ആരോഗ്യമുള്ള സമയത്ത് ആ 33.5 വയസ്സിൽ എൻ്റെ യേശു കർത്താവ് പിതാവാം ദൈവത്തോട് നിലവിളിപ്പാനായിട്ടിടയായി. എന്താ നിലവിളിച്ചത്? മരണത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ട്. യേശു കർത്താവിനെ അതേ ക്രിസ്തു തൻ്റെ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ദൈവത്തിന് സ്തോത്രം യേശുവോടെ കരയുവാനായിട്ടിടയായി. അതെവിടെ നിവൃത്തിയാകുന്നെന്ന് ചോദിച്ചാൽ ഗസ്മന തോട്ടത്തിലെ ഉത്തരം ലഭിച്ചു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. എന്താ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരുമാറാകണമെന്ന് യേശു ഉറച്ച നിലവിളിയോട് അതേ കണ്ണുനീരോട് യേശു കർത്താവ് ദൈവത്തിൻ്റെ ബദലിൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി മാറുവാനായിട്ടിടയായി. ഒരു കാര്യോർത്ത് യേശു കർത്താവ് കരഞ്ഞത് എനിക്കും നിനക്കും വേണ്ടിയിട്ടായിരുന്നു. നമ്മെ ക്രൂശിൽ രക്ഷിക്കുവാനായിരുന്നു ദൈവത്തിൻ്റെ ബദലിൽ എൻ്റെ യേശു കർത്താവ് കരഞ്ഞത് എന്ന് നീ മറന്നു പോകരുത്. പിതാവാം ദൈവം പുത്രനായ യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ വലിയ കർത്താവിൻ്റെ സ്നേഹമായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് ദൈവത്തിന് സ്വത്രം ഗസ്മന തോട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു കർത്താവ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ അതൊരു ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനാ ശക്തിപ്പെടുത്തിയത്? ഗുരുശില മരണത്തോളം അവൻ സഹിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അത് എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാനായിരുന്നു. അത് എന്നെയും നിന്നെ രക്ഷിപ്പാനായിരുന്നു ദൈവത്തിൻ്റെ ബദലി. ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ വചനം ഏത് സ്ഥാനത്തായിരുന്നു നീ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, വിനയമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലായി മാറണം. യേശു കർത്താവ് യേശു കർത്താവേ എൻ്റെ പാപത്തിന് വേണ്ടി നീ ക്രൂശിൽ യാഗമായി തീർന്നു. അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്നെങ്കിൽ യേശു കർത്താവിന് നീ സമർപ്പിക്കുമോ? എൻ്റെ യേശു കർത്താവിന് നീ സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്. നിന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ രക്ഷിപ്പാനായിട്ട് അവസാനത്തെ തുള്ളി രക്തം യേശു കർത്താവ് എനിക്കും നിനക്ക് വേണ്ടി ഊറ്റിത്തന്നെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവേ, എൻ്റെ പാപത്തിന് നീ ക്ഷമ തന്നിട്ട് ഒരു പുത്തൻ സൃഷ്ടിയാക്കിയിട്ട് എന്നെ മാറ്റുമാറാകണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ട് ദൈവത്തിൻ്റെ പൈതലേ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവുള്ള വിശ്വാസത്താൽ നിനക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ വായിക്കൊണ്ട് ഏറ്റുപറയുമോ? ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമോ? രക്ഷയ്ക്കായി അതരം കൊണ്ട് ഏറ്റുപറയുമോ ദൈവത്തിൻ്റെ പൈതലേ? അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പുത്തൻ സൃഷ്ടിയായിട്ട് നീ മാറുവാനായിട്ടിടയാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ്റെ പഴയതിന് പിന്നെ ചോദ്യമില്ല. അവൻ്റെ പഴയത് കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് എന്തിനു വേണ്ടി കരഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമതായിട്ട് യെരുശലേമിനെ കണ്ട് യെരുശലേമിൻ്റെ ന്യായവിധിയെക്കുറിച്ച് യേശു കർത്താവ് കരയുവാനായിട്ടിടയായി. രണ്ടാമതായിട്ട് യേശു കർത്താവ് എന്തിനു വേണ്ടി കരഞ്ഞു? അത് മരിച്ചാലും ജീവൻ തരുമെന്നുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിൽ വന്ന് ലാസറിൻ്റെ കല്ലറയ്ക്ക് കടന്നു വന്ന് യേശു കർത്താവ് കരയുവാനായിട്ടിടയായി. മൂന്നാമതായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു കർത്താവ് കരയുവാനായിട്ടിടയായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് 3 പ്രാവശ്യം കരഞ്ഞെങ്കിൽ അത് എന്നെയും നിന്നെ രക്ഷിപ്പാനായിരുന്നു, വീണ്ടെടുക്കുവാനായിരുന്നു, മാനവജാതികളെ രക്ഷിക്കായിരുന്നു യേശു കർത്താവ് കരഞ്ഞത്. യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ് ദൈവത്തിൻ്റെ ബദലേ. അത് നീ വിശ്വസിക്കുന്നുണ്ടോ? യേശു കർത്താവ് പൂർണ്ണ ദൈവമാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് യേശു കർത്താവ് കരഞ്ഞതാ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടട്ടെ. ഇന്ന് ദൈവസ്ഥാനത്തിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരുടെ പേരും നിന്റെ പരിശുദ്ധാത്മാവിനെ നീ പകർന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പുത്തൻ സൃഷ്ടിയാക്കി മാറ്റുവാൻ തക്കവണ്ണം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി അത് കരഞ്ഞല്ലോ. അത് കർത്താവേ, യെരുശലേമിൻ്റെ ന്യായവിധിയെക്കുറിച്ച് നീ കരഞ്ഞല്ലോ കർത്താവേ. യഹൂദന്മാർക്ക് നഷ്ടപ്പെട്ട ആ വലിയ രക്ഷ ജാതികളുടെ ഇടയിലേക്ക് നീ കൊടുത്തെങ്കിൽ കർത്താവേ, ആരും നഷ്ടപ്പെടാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനപരിധിയിൽ ഈ യൂട്യൂബിൽ കൂടെ കർത്താവേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട കർത്താവേ. നിന്റെ കൃപ അവരുടെ മേൽ ധാരാളമായി ചൊരിഞ്ഞാട്ട കർത്താവേ. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി അടിയൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരോട് കരുണ കാണിക്കണമേ. അവരുടെ വിശ്വാസത്തോട് നീ മനസ്സറിയണമേ കർത്താവേ.
കർത്താവേ, യേശു കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിനാണെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ കൃപ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചടിയും പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിവിധ ഭാരങ്ങളെ ഓർത്തടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കളഭാരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ മക്കളില്ലാത്ത വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലി നഷ്ടപ്പെട്ട വിഷയത്തെ ഓർത്തടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. അടിയനെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മാനമഹത്വം ഇറക്കപ്പെട്ട കുഞ്ഞാടെടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം.